മാധവും ആകെ വല്ലാതെയായി. ഇതുവരെ ഒരു നേരം പോലും പട്ടിണി കിടക്കാത്ത, കീറിയ ഒരു ഉടുപ്പിടാത്ത അവന് ഇതെല്ലാം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സോറി. കണ്ണടയൊന്ന് കയറ്റി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്തിന്? നനഞ്ഞ കൺപീലികൾ ഒന്ന് ചിമ്മിക്കൊണ്ട് അവൾ അവനെ നോക്കി. അല്ല, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. മാധവ് ഒന്ന് നെടുവീർപ്പിട്ടു. തീർത്ത തിരിഞ്ഞുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. അനിയത്തിയുടെ പേരെന്താണ്? ഏത് ക്ലാസ്സിലാ? മാധവ് വിഷയം മാറ്റി. ശിവാംഗി എന്നാ ശരിക്കും പേര്. ശിവൂന്നാ ഞാൻ വിളിക്കുന്നത്. ഹോളി ഏഞ്ചൽസിൽ 7ാം ക്ലാസ്സിലാ. അനിയത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വാത്സല്യം കുനിയുന്നത് അവൻ കണ്ടു. പിന്നെന്താ സംസാരിക്കേണ്ടതെന്ന് മാധവനറിയില്ല. ഒരു തീരുമാനമെടുക്കാനും അവനാകുന്നില്ല. അവളുടെ കഥകൾ കേട്ടപ്പോൾ ഒരു സഹതാപം തോന്നിയെങ്കിലും അതിൽ കൂടുതൽ ഒരു അടുപ്പം തോന്നുന്നുമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. ശിവുവിൻ്റെ സ്കൂൾ വിടാറായി. കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ മാധവന് സമാധാനമായി. ഓക്കെ, കാണാം. മാധവ് പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ്റെ തീരുമാനം അറിയാനായി തീർത്ത 2 നിമിഷം കൂടി അവിടെ നിന്നെങ്കിലും അവൻ ഫോണിൽ ബിസിയായിരുന്നു. അത് കണ്ട് അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇനി ഇയാളുടെ തീരുമാനം എന്താണാവോ? ഇയാൾ തീരുമാനിച്ചാലല്ലേ കല്യാണം നടക്കൂ? എന്നെ ഇഷ്ടപ്പെട്ട് കാണുമോ? അതോ പ്രാരാബ്ധക്കാരിയാണെന്ന് കരുതി ഒഴിവാക്കുമോ? കണ്ടപ്പോൾ മുതൽ തീർത്തയ്ക്ക് മാധവനോടൊരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. തിരികെ ബാങ്കിലേക്ക് പോയെങ്കിലും മാധവ് വളരെ അസ്വസ്ഥനായിരുന്നു. അതിനിടയിൽ അച്ഛനും അമ്മയും വിളിച്ച് തീർത്തയുടെ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ വ്യക്തമായ ഒരു മറുപടി അവർക്ക് നൽകിയില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി. കാണാൻ കൊള്ളാമെങ്കിൽ അങ്ങ് സമ്മതിക്കേ. നിന്റെ ജാതകം വെച്ച് അതിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ബ്രഹ്മചാരിയായി ജീവിക്കുന്നത് നല്ലതല്ല. കിട്ടുന്ന പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കുന്നതല്ലേ നല്ലത്? വിഷ്ണു അവനെ ഉപദേശിച്ചു. ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പാർക്കിങ്ങിലേക്ക് നടക്കുകയായിരുന്നു ഇരുവരും. കല്യാണം കഴിക്കണമെങ്കിൽ നമുക്കൊരു അടുപ്പം തോന്നണ്ടേ? ആ ഒരു അടുപ്പം എനിക്ക് ആ പെണ്ണിനോട് തോന്നുന്നില്ല വിഷ്ണു. തല കുടഞ്ഞുകൊണ്ട് മാധവ് പറഞ്ഞു. അതെന്താ? വിഷ്ണു ചോദിച്ചു. എന്തോ അങ്ങനെ തോന്നിയില്ല. അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ വിഷ്ണുവായിട്ട് പങ്കുവയ്ക്കാൻ മാധവ് ആഗ്രഹിച്ചില്ല. അപ്പോൾ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആർദ്രയാണ് അല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാകാത്തത്? നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പിന്നെന്താ പ്രശ്നം? വിഷ്ണുവിന് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. മാധവ് കാർ അൺലോക്ക് ചെയ്തു. ശരിയാ, എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ ജാതകത്തിലെ പ്രശ്നം അറിഞ്ഞിട്ടും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായവളാണവൾ. അതിപ്പോൾ എന്തിനു വേണ്ടിയാണെങ്കിലും വിട്ടുകളയുന്നതിന് മുൻപ് ഒരു തവണ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. തൻ്റെ ബൈക്കിലേക്ക് കയറിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. ആലോചനയോടെ ഒന്ന് മൂളുക മാത്രമാണ് മാധവ് ചെയ്തത്. പിന്നെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം അവൻ്റെ മനസ്സിൽ നിറയെ തീർത്തയായിരുന്നു. അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. ഈ വിവാഹത്തിലൂടെ അവൾക്കൊരു കുടുംബം കിട്ടും. പക്ഷേ തനിക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർ പേടിക്കുന്നത് പോലെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചാൽ ആരും അങ്ങനെ സമ്മതിക്കില്ലെന്ന് കരുതിയാണ് അവരോട് വിവാഹാലോചന നോക്കിക്കൊള്ളാൻ പറഞ്ഞത്. അതിപ്പോൾ മറ്റൊരു തലവേദന ആയല്ലോ. അവൻ അസ്വസ്ഥയോടെ ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടു. മാധവ് മേലെടുത്തെത്തുമ്പോൾ അമ്മയും ചെറിയമ്മയും ചിന്നുവും ഉമ്മറത്ത് തന്നെയുണ്ട്. തൻ്റെ തീരുമാനം അറിയാനാകും ഈ നിൽക്കുന്നത് എന്ന് അവന് മനസ്സിലായി. കാറിൽ നിന്നും തൻ്റെ ബാഗും എടുത്തവൻ പുറത്തേക്കിറങ്ങി. ഏട്ടാ, തീർത്തയെ കണ്ടോ? നിങ്ങൾ സംസാരിച്ചോ? മാധവ് ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ ചിന്നു ആകാംക്ഷയോടെ ചോദിച്ചു. ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ, എന്നിട്ട് പറഞ്ഞാൽ പോരെ? മുഖം ചുളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മതി മതി, പക്ഷേ പറയണം. ചിന്നു ചുറ്റുള്ളവരെ ഒന്ന് നോക്കി. അത് കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവളീ ചോദിക്കുന്നതെന്ന് മാധവിന് മനസ്സിലായി. മുഖം കടുപ്പിച്ചൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി. അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ജാനകി പാർവതിയുടെ കാതിൽ അടക്കം പറഞ്ഞു. എനിക്കും അതുതന്നെയാ തോന്നുന്നേ. അല്ലെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞേനെ. തീർത്ത കാണാൻ സുന്ദരിയാണല്ലോ. ഏട്ടന് ചേരുകയും ചെയ്യും. പിന്നെ എന്തു പറ്റിയാവോ? ചിന്നു താടിയൊഴിഞ്ഞു. കാഴ്ചയിലല്ലല്ലോ കാര്യം. ചിലപ്പോൾ സംസാരിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പാർവതി നെടുവീർപ്പിട്ടു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും പെണ്ണ് ഇനി ഇവൻ്റെ ജീവിതത്തിലേക്ക് വരുമോ? ജാനകി പറഞ്ഞത് കേട്ട് പാർവതിയുടെ മുഖം മങ്ങി. അവർ അകത്തേക്ക് നടന്നു. ഇതേ സമയം അച്ചമ്മയുടെ അടുത്തായിരുന്നു മാധവ്. എന്താ ഇപ്പോൾ ഇത്ര ആലോചന? അന്ന് നീ എല്ലാവരോടും പറഞ്ഞതല്ലേ ജാതകത്തിൽ വിശ്വസിക്കാത്ത ഒരു പെൺകുട്ടി വന്നാൽ കല്യാണം കഴിച്ചോളാമെന്ന്. പിന്നെന്താ പ്രശ്നം? മടിയിൽ കിടക്കുന്ന അവൻ്റെ ഇടതൂർന്ന മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് അച്ചമ്മ ചോദിച്ചു. അതൊരു പാവമാണ് അച്ചമ്മേ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെയുള്ളത് ഒരു അനിയത്തിയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാര്യം എന്താകും? അവൻ മിഴികൾ ഉയർത്തി അച്ചമ്മയെ നോക്കി. നിനക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവൾക്കും വിശ്വാസമില്ല. അവരവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനും അവൻ മറുപടി പറഞ്ഞില്ല. കണ്ണാ, അവൻ്റെ നെറ്റിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അച്ചമ്മ മെല്ലെ വിളിച്ചു. അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ മെല്ലെ മൂളി. നിനക്ക് ആ കുട്ടിയെ ഇഷ്ടായോ?
എന്നാൽ നമുക്കിത് ആലോചിക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ പേടിച്ചിരുന്നാൽ എങ്ങനെയാ? എൻ്റെ കണ്ണനൊരു ജീവിതമുണ്ടായി കാണണമെന്നാണ് അച്ചമ്മയുടെ ആഗ്രഹം. അച്ചമ്മയുടെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതാണ്. ഇങ്ങനെയൊരു കാര്യം വന്ന സ്ഥിതിക്ക് മോനായിട്ട് ഇനി ഇതിന് എതിര് പറയരുത്. അച്ചമ്മ കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ പതിയെ മുത്തി. ഒട്ടും താല്പര്യമില്ലെങ്കിൽ കൂടി അവൻ സമ്മതത്തോടെ മൂളി. ഇതെല്ലാം കേട്ടുകൊണ്ട് റൂമിന് പുറത്തു നിൽക്കുകയായിരുന്ന ജാനകിയുടെയും പാർവതിയുടെയും ചിന്നുവിൻ്റെയും മുഖം തെളിഞ്ഞു. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. രാവേറെ വൈകിട്ടും തീർത്തയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ വൈകിട്ട് മാധവനുമായി സംസാരിച്ച രംഗങ്ങളാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് അവൾ അസ്വസ്ഥതയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ചുമരിനോട് ചേർന്നിരുന്നു. ശിവു നല്ല ഉറക്കത്തിലാണ്. അവളുടെ ദേഹത്തു നിന്നും നീങ്ങിക്കിടന്ന പുതപ്പെടുത്ത് ഒന്നുകൂടി പുതപ്പിച്ചുകൊണ്ട് തീർത്ത ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. ജനൽ തുറന്നപ്പോൾ തന്നെ പുറത്ത് കാത്തുനിന്നതുപോലെ ഒരു കുസൃതി കാറ്റ് അവളെ പൊതിഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. കുളിർക്കാറ്റേറ്റ് അവളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്തായിരിക്കും അയാളുടെ തീരുമാനം? തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ലേ? അയാളും ഇപ്പോൾ തന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാകുമോ? ജനലടികളിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന അനന്തമായ ആകാശത്തേക്ക് അവൾ മിഴികൾ പായിച്ചു. കുറച്ചു നേരത്തെ അടുപ്പമേ ഉള്ളുവെങ്കിൽ കൂടി അവൾക്ക് മാധവനോട് പ്രത്യേക ഒരിഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവൻ്റെ മുഖം മനസ്സിൽ തെളിയവേ ചെറിയ നാണത്തോടെ അവൾ മിഴികൾ താഴ്ത്തി. ആദ്യ പ്രണയത്തിൽ അവളുടെ ഹൃദയം പൂത്തുലഞ്ഞു. നക്ഷത്രങ്ങൾക്ക് കൂടുതൽ തെളിച്ചമുള്ളതുപോലെയും നിലാവ് പുഞ്ചിരിക്കുന്നത് പോലെയും അവൾക്ക് തോന്നി.